എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് തൊടുപുഴ ഇടുക്കി റോഡിലൂടെയാണ്. ഈ പരിസര പ്രദേശം ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ സമീപത്തുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ റോഡിൻ്റെ വലതുവശത്ത് താഴെ കാണുന്ന നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം ചെറുതോണിയിൽ പുതുതായി പണിയുന്ന ബസ് സ്റ്റാൻഡാണ്. ഇത് ചെറുതോണിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ബസ് സ്റ്റാൻഡ് പണിയുന്നത്. അങ്ങനെ ഞങ്ങൾ ഹൈറേഞ്ചിലെ ഏറ്റവും പ്രശസ്തവും വളരെ കാലത്തെ പഴക്കവുമുള്ളതുമായ ചെറുതോണി പട്ടണത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. റോഡിൻ്റെ വീതികൂട്ടൽ പണി നടക്കുന്നതാണ് കാണുന്നത്. വളരെ മനോഹരവും എന്നാൽ കൺജസ്റ്റഡുമായ മനോഹരമായ ഒരു പട്ടണമാണ് ചെറുതോണി. എന്താവശ്യത്തിനും ഇപ്പോഴും ഓടിവരുന്ന ഒരു നഗരം കൂടിയാണ് ഇത്. 2018 പ്രളയകാലത്ത് ചെറുതോണി നഗരവും ഈ നഗരത്തിലുള്ള പാലവും മാധ്യമങ്ങളിലൂടെ ലോകശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. ആ പഴയ പാലത്തിനോട് അടുത്ത് തന്നെയാണ് പുതിയ പാലവും നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ചെറുതോണി പട്ടണത്തിലൂടെ പോകുന്ന വഴി എറണാകുളത്തേക്കാണ്. ചെറുതോണിൽ നിന്നും കട്ടപ്പനയ്ക്കും നമുക്ക് പോകാം. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ചെറുതോണിൽ നിന്ന് തിരിഞ്ഞ് മഞ്ചിക്കവല വഴി വാഴത്തോപ്പ് കൂടി സ്വന്തം ഗ്രാമത്തിലേക്കാണ്. വളരെയധികം ഗ്രഹാതുരത്വമുണർത്തുന്ന ഒരു റോഡിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം കോളേജ് പഠനകാലത്ത് നിത്യവും പോയിക്കൊണ്ടിരുന്ന ഒരു റോഡാണ് ഇത്. ആ കാലത്തെ ഓർമ്മകളെല്ലാം അയവിറക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ച് വാഴത്തോപ്പിലെത്തി. ഇതാണ് വാഴത്തോപ്പിലുള്ള കത്തീഡ്രൽ പള്ളി. ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റ ഗ്രാമങ്ങളിലൊന്നാണ് വാഴത്തോപ്പ്. ഈ വാഴത്തോപ്പിലാണ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഴത്തോപ്പിലൂടെയുള്ള ഈ റോഡ് പഴയ കാലത്ത് കുടിയേറ്റത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന റോഡുകളിൽ ഒന്നാണ്.
അങ്ങനെ പച്ചപ്പും ഹരിതാഭവും നിറഞ്ഞ കൃഷിഭൂമിയിലൂടെ നടുവിലൂടെ പണിതിട്ടുള്ള മനോഹരമായ റോഡിലൂടെ ഗ്രാമം ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. Thank you for watching.